സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ ചേർത്തല പൂച്ചാക്കലിലെ ഗേൾസ് ഹോമിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെയും കണ്ടെത്തി. ഒരാളെ ഹരിപ്പാട് നിന്നും രണ്ടാമത്തെ പെൺകുട്ടിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇരുവരെയും ഇന്നലെ മുതൽ കാണാതായത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, എന്തിനാണ് ഈ പെൺകുട്ടികൾ ഈ ഗേൾസ് ഹോമിൽ നിന്നും കടന്നു കളഞ്ഞത്? അവിടെ നിന്നും ചാടിപ്പോയതെന്ന് അറിയണം. അതോടൊപ്പം ഇത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഗേൾസ് ഹോമിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയെ അലട്ടിയിരുന്നോ? തോമ, ഈ കുട്ടികൾ പോയിരിക്കുന്നത് അത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതായത് 2 കുട്ടികളും പൂച്ചക്കലുള്ള ദിശ എന്ന ഗേൾസ് ഹോമിലെ അന്തേവാസികളാണ്. അവിടെ നിന്നും ഇന്നലെ രാവിലെ, അതായത് പുലർച്ചെയോടെയാണ് ഇവരെ കാണാതാകുന്നത്. പുലർച്ചെ 1:30 ഈ കുട്ടികൾ ഗേൾസ് ഹോമിൽ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ള വിവരം ഇവർക്ക് ബോധ്യമാകുന്നു. 10 മണിയോടുകൂടി അധികൃതർ പോലീസിൽ പരാതി നൽകുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പുലർച്ചെ 1:30 കുട്ടികൾ അവിടെ നിന്ന് പോയി എന്നുള്ള വിവരം ലഭിക്കുന്നു. 16 വയസ്സുകാരികളായ 2 പെൺകുട്ടികളാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഒരു കുട്ടിയുടെ വീട് ഹരിപ്പാടാണ്. ഹരിപ്പാട് സ്വദേശിനിയായ പെൺകുട്ടി സൂര്യയാണ്. ഇവര് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പൂച്ചക്കൽ നിന്നും ഈ വടുതല എന്ന സ്ഥലത്താണ് ഈ ഗേൾസ് ഹോം പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇവര് ഒരു ഇരുചക്ര വാഹനത്തിന് കൈ കാണിച്ചു. അതായത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്, പക്ഷേ ജോലി സ്ഥലത്തിനെത്തിയപ്പോൾ വൈകിപ്പോയി എന്നാണ് ഇവര് ഇരുചക്ര വാഹനത്തിൽ ആളോട് പറഞ്ഞത്. തുടർന്ന് ഇവരെ ഒന്ന് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറക്കുമോ എന്ന് ചോദിച്ചു. തുടർന്ന് ആ ചെറുപ്പക്കാർ ഇവരെ ഇത്തരത്തിൽ ചേർത്തലയിലെ ബസ് സ്റ്റാൻഡിൽ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇവരെ പദ്ധതിയിടുന്നത് വീട്ടിലേക്ക് പോകാം, അതായത് സൂര്യയുടെ വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് പദ്ധതിയിടുന്നത്. അവിടേക്ക് എത്താനായി അവർ ഉദ്ദേശിച്ചത്, അവിടെ സൂര്യയുടെ അമ്മ ഇവരെ കാണാൻ വരുന്നത് ഇരുചക്ര വാഹനത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ അവിടുന്ന് എടുക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഈ കുട്ടികൾ അവിടേക്ക് ചെല്ലുന്നത്. തുടർന്ന് ഈ സ്കൂട്ടറിന്റെ താക്കോൽ പുറത്ത് വാഹനത്തിൽ തന്നെ താക്കോൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടിൽ. ഇവര് അവിടെ നിന്ന് ഈ സ്കൂട്ടർ എടുക്കുന്നു. സ്കൂട്ടർ എടുത്തപ്പോൾ സ്കൂട്ടറിനുള്ളിൽ നിന്ന് ഇവർക്ക് പണം ലഭിച്ചു. അതായത് ചിട്ടിക്ക് അടയ്ക്കുന്നതിന് വേണ്ടി ഈ സൂര്യയുടെ അമ്മ കരുതി വെച്ചിരുന്ന 10,000 രൂപ ആ വാഹനത്തിന്റെ ഡിക്കി ഭാഗത്ത് ഉണ്ടായിരുന്നു. തുടർന്ന് ഈ പൈസയുമായി കുട്ടികൾ തിരിച്ച് ആലപ്പുഴയിലേക്ക് വരുന്നു. മാരാരിക്കുളത്ത് എത്തി. മാരാരിക്കുളത്തെ ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അവിടെ ചെന്ന് ഈ ശിവകാമിയും സൂര്യയും തങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് സൂര്യ തന്റെ മുടി മുഴുവൻ മുറിച്ചു കളഞ്ഞു. ഒരു ബോയ്ക്കട്ട് അടിച്ചിട്ട് ഈ കുട്ടി അവിടെ നിന്ന് മുടി ആ ഒരു ബോയ്ക്കട്ടിന്റെ രീതിയിൽ മുടി വെട്ടി ഈ കുട്ടി അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ശിവകാമി മുടി കളർ, അതായത് ഹെയർ കളർ ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നീല നിറം മുടിയിൽ അടിച്ച് അവിടെ നിന്ന് കുട്ടികൾ ഇറങ്ങുവാണ്. പിന്നീട് ഇവർ ഇരുചക്ര വാഹനത്തില് കറങ്ങി പലയിടങ്ങളിലായി നടക്കുകയായിരുന്നു. അതിനിടയിൽ ശിവകാമിയും സൂര്യയും തമ്മിൽ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. തുടർന്ന് സൂര്യ തിരികെ പോകാം എന്നുള്ള രീതിയിൽ സ്കൂട്ടറിൽ തിരികെ പോരുകയും ശിവകാമി അവിടെ നിന്ന് പോവുകയുമാണ് ചെയ്തത്. സൂര്യയെ ഇന്ന് രാവിലെ 5:30 ഹരിപ്പാട് നിന്നും പൂച്ചക്കൽ CA സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് സൂര്യയെക്കുറിച്ച് വിവരം ലഭിക്കുകയും സൂര്യ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ സ്കൂട്ടറിൽ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായൊക്കെ ആയിരുന്നിരിക്കണം. എന്തായാലും പൂച്ചക്കൽ CA സുബ്രഹ്മണ്യ നേതൃത്വത്തിലുള്ള സംഘം ഈ കുട്ടിയെ അവിടെ നിന്ന് പിടികൂടുന്നു. ശരണ്യ, ഈ ഒരു സംഭവം, അതായത് ബ്യൂട്ടി പാർലറിൽ കയറി അവരുടെ രൂപമാറ്റം വരുത്താൻ ശ്രമിക്കുന്നു, ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം തിരൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളുടെ കേസ് പരിശോധിച്ചാലും ഇങ്ങനെ തന്നെയായിരുന്നു. അവർ മുംബൈയിൽ ചെന്നു, അതിനുശേഷം അവിടെ ബ്യൂട്ടി പാർലറിൽ ചെന്ന് രൂപമാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. പിന്നീടാണ് അവരെ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ഈ കേസിൽ, പ്രത്യേകിച്ചും ഈ ഗേൾസ് ഹോമിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇതിനുള്ള പണം കിട്ടിയത്? ഇവർ എവിടെ നിന്നാണ് ഈ പണം ഇവർക്ക് കിട്ടിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ? ഇതൊരു 16 വയസ്സുകാരുടെ 16 വയസ്സിന്റെ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അതിനകത്ത് അവർ അത്തരത്തിലൊരു സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനും
ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നതിനും ഒക്കെ വേണ്ടി തന്നെയാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് ആ കുട്ടികൾ പറയുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ നമുക്കറിയാം പല രീതിയിൽ വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ഗേൾസ് ഹോമുകളിലും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് വന്ന് ചേരുന്ന കുട്ടികളാണ് ഇവരൊക്കെ. അതുകൊണ്ട് പലതരത്തിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ഗേൾസ് ഹോമുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് പണം ലഭിച്ചത് ഇവര് സ്കൂട്ടർ എടുക്കാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ആ സ്കൂട്ടറിൽ അമ്മ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് ഇവർ എടുത്തുകൊണ്ട് പോരുന്നത്. സൂര്യയുടെ അമ്മ ചിട്ടി അടക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് ഇവർ എടുക്കുന്നത്. ആ 10,000 രൂപയുമായാണ് സ്കൂട്ടറിൽ ഇവര് വീണ്ടും ആലപ്പുഴയിലേക്ക് പുറപ്പെടുകയും തിരിച്ച് ഈ മാരാരിക്കുളത്ത് ഇവർ എത്തുകയും ചെയ്തു. മാരാരിക്കുളത്ത് എത്തിയിട്ട് അവിടെയുള്ളൊരു ബ്യൂട്ടി പാർലറിൽ കയറി അവിടെയാണ് ഈ 5,000 രൂപ ചെലവാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരവിടെ ഈ കുട്ടികൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടപ്രകാരം അവർ മുടി വെട്ടി, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്ത് നിന്നുള്ള കുട്ടി മുംബൈയിൽ എത്തിയാണ് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തത് എന്നുള്ളതാണ് അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞത്. അതായത് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനോ ആ രീതിയിൽ മാറുന്നതിനോ ഒക്കെ ഉള്ള ആഗ്രഹപ്രകാരം ഈ കുട്ടി അവിടെ പോയി അത് ചെയ്തു എന്നുള്ളതാണ്. അതിന് മുമ്പേ വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് അന്ന് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ആ രീതിയിൽ തന്നെയാണ് ഈ കുട്ടികളും ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ബ്യൂട്ടി പാർലറിൽ വന്നു. ആദ്യം ആ കിട്ടിയ പൈസ കൊണ്ട് അവർ ചെയ്തത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ മുടിയുടെ രൂപഭാവം മാറ്റുക, അത്തരം ആ രീതി. അല്ലാതെ അവർ രൂപം മാറ്റി മറ്റൊരിടത്തേക്ക് പോകാനുള്ള നീക്കമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒളിച്ചോടി പോകാനുള്ള ഒരു നീക്കമൊന്നും അല്ലായിരുന്നു. പിന്നീട് ഈ കുട്ടികൾ ഈ ഇരുചക്ര വാഹനത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ തന്നെ അവർ വാഹനം ഓടിച്ച് നടന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പിന്നീട് ഇവര് സൂര്യ ഈ ഒരു യാത്രക്കിടയിൽ ശിവഗാമിയുടെ ഒരു പദ്ധതിയാണ് ഇത്തരത്തിൽ പോകാനായി ഇവരൊരു പ്ലാനിങ്ങിലേക്ക് എത്തിയത്. താൻ ഈ ഹോമില് സംതൃപ്തിയാണ് എന്നുള്ളതാണ് ഈ സൂര്യ ഇപ്പൊ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിൽ പോകുന്നതിന് വേണ്ടി ഇവർ തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ ശിവഗാമിനെ ഇപ്പൊ ഷൊർണൂർ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടു പോകണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോഴായിരിക്കും ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാകുകയും സൂര്യ തിരികെ പോവുകയും ചെയ്തിട്ടുള്ളത്. ഹരിപ്പാടാണ് ഈ സൂര്യയുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന വഴിക്കായിരിക്കും ഒരുപക്ഷെ പോലീസിന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ശിവഗാമി ആ ഡിസിഷനിൽ തന്നെ നിൽക്കുകയും ആ കുട്ടി പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയെ ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.